ഏവർക്കും സ്റ്റഡി ഹിന്ദി വിത്ത് കൃഷ്ണൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗദിൻ്റെ ഏക് തിനക എന്ന് പറയുന്ന കവിതയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ശ്രീ ഹരിയൗദ് ഖഡീബോലിയിലെ പ്രഥമ മഹാകാവ്യമായിട്ടുള്ള, ഖഡീബോൽ എന്ന് വെച്ചാൽ ആധുനിക ഹിന്ദി ശബ്ദങ്ങളാണ്. ഖഡീബോലിലെ ആദ്യത്തെ മഹാകാവ്യമായിട്ടുള്ള പ്രിയപ്രഭാസ് കാ ലിഖാ ഹുവ, പ്രിയപ്രഭാസ് എഴുതിയ ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗദ് കാ ജന്മ, അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് മേ ഹുവാ ഥാ. അപ്പോൾ ഖഡീബോലി കാ പഹല മഹാകാവ്യ ലിഖാ ഹുവ ശ്രീ ഹരിയൗദ് കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവാ ഥാ. പ്രിയപ്രഭാസ് കൂടാതെ വൈദേഹി വനവാസ് അദ്ദേഹത്തിൻ്റെ മുഖ്യമായ രചനകളൊക്കെയാണ്. പ്രിയപ്രവാസ് അവർ വൈദേഹി വനവാസ് ഉൻകി പ്രമുഖ രചനായ ഹേ. ഉൻകി ഏക് ചോട്ടി സി കവിത, അദ്ദേഹത്തിൻ്റെ ഒരു ചെറു കവിതയാണ് ഏതെന്ന് പറയുന്നത് ഏക് തിനക എന്ന് പറയുന്നത്. ഏക്കെന്ന് വെച്ചാൽ ഒന്ന്, തിനക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ക ഘാസ് കാ ടുക്കട എന്നാണ്. ഉണങ്ങിയ പുല്ലിൻ്റെ ചെറിയൊരു ഭാഗത്തെയാണ് നമ്മൾ തിനക എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. അപ്പം ഈ കവിതാമേം ഹവി ഹമേം ബദാത്തെ ഹെ, നമ്മളോട് പറയുകയാണ് ചോട്ടി ചോട്ടി വസ്തുവും അപ്പനെ അപ്പനെ മഹത്വ ഹോത്താഹെ. ഏത് ചെറിയ വസ്തുക്കൾക്കാർക്ക് എന്തുണ്ട്, അപ്പനെ അപ്പനെ മഹത്വ ഹോത്താഹെ. ഇസലിയെ ഹം കിസി ഭി ചീസോങ്കോ, അതുകൊണ്ട് നമ്മൾ ഒരു വസ്തുക്കളെയും എന്ത് നസർ അന്താസ് നഹീം കർണാ ചാഹിയ, നമ്മൾ ഒരിക്കലും അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല എന്നാണ് ഇൻ കവിതാവ് ഈസ് കവിതാക്ക, ഈ കവിതയിലൂടെ ഹമേ കവി സിക്കാത്താഹെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. മൈ ഖമണ്ടോ മേം ഭരാ ഐണ്ടാ ഹുവ ഏക് ദിൻ ജബ് ധ മുണ്ടേർ पर खड़ा अचानक दूर से उड़ता हुआ एक तिनक आंगो में मेरी പട. ആങ്കോമേ മേരി പട എന്ന് വെച്ചാൽ മേരി ആങ്കോമേ പട എന്നാണ്, എൻ്റെ കണ്ണുകളിലേക്ക് വീണു. കോൻ പട, ആരാ വീണത്, ഏക് തിനക വീണു. കപ്പ് എപ്പോഴാണ് വീണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈ ഖമണ്ടോമേം, ഞാൻ ഖമണ്ട് കൊണ്ട് എന്ത് ചെയ്യുന്നിരിക്കുന്നത്, ഖമണ്ടെന്ന് വെച്ചാൽ അഹംഭാവം എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അഹംഭാവത്തോട് കൂടിയിട്ട് ഭരാന്ന് വെച്ചാൽ നിറഞ്ഞ്, ഐണ്ടാഹുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർവ്സെ ഭരാഹുവ എന്നാണ്. ഗർവ് എന്ന് വെച്ചാൽ അഹങ്കാരം എന്ന് അർത്ഥമുണ്ട്, അഭിമാനം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ അഹംഭാവം കൊണ്ടെന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ട് ഏക് ദിൻ മുണ്ടേർ എന്ന് പറയാൻ പാരപ്പറ്റെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് ബാൽക്കണി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ. ഞാൻ എവിടെ നിൽക്കുകയായിരുന്നു, ഏക് ദിൻ കവിയും ഖമണ്ടോമേ ഭരാഹുവ ഐണ്ടയും കെ സാത്ത് മുണ്ടേർ പർ ഘടാത്ത, മുണ്ടേർ എന്ന് വെച്ചാൽ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, അചാനക് എന്ന് വെച്ചാൽ വന്നു, അചാനക് പെട്ടെന്ന്, ദൂർസേ ഉടുത്താ ഹുവ വളരെ ദൂരത്തു നിന്നും പറന്നുകൊണ്ട്, ഏക് തിനക ഒരു പുൽകഷ്ണം എന്ത് ചെയ്ത്, മേരി ആങ്കോമേം പഡ്ഗയ എൻ്റെ കണ്ണുകളിലേക്ക് വീണു എന്നാണ് ഈ പകല സ്റ്റാൻസയിൽ കവി പറഞ്ഞിരിക്കുന്നത്. അപ്പം കവി എന്ത് ചെയ്യിക്കുന്നു, ദുനിയാക്കി ചോട്ടി ചീസോം കൊ, ലോകത്തിലെ എല്ലാ ചെറിയ വസ്തുക്കളെയും കൊയ് അഹമിയത് നഹീം ഹി, അതിനെ പരിഗണിക്കുന്നില്ല. ഉസ്കി നസ്രോമി, അവൻ്റെ കാഴ്ചപ്പാടിൽ കവി ഒരു ചെറിയ വസ്തുക്കളെയും അവൻ പരിഗണിക്കുന്നില്ല. വഹുവിനെയും അർത്ഥഹീന, അത് വളരെ അർത്ഥഹീനമായിട്ടുള്ളതായിട്ടും അവർ മഹത്വഹീനമായിട്ടാണ് കവി മനസ്സിലാക്കുന്നത്. യുസലി അതുകൊണ്ടാണ് ഹർ ചീസോങ്കോ, എല്ലാ വസ്തുക്കൾക്കും ഹറേക്ക് ചീസോങ്കോ മഹത്വദേന, എല്ലാ വസ്തുക്കൾക്കും മഹത്വം കൊടുക്കണം. ലേക്കിൻ ഹംബർ കവിക്ക് മന്മയും, കവിയുടെ മനസ്സിൽ ഉസെ അർദ്ധഹീന അവർ മഹത്വഹീന സമച്ചിത്താഹെ. യുസലി അതുകൊണ്ട് കവി എന്ത് ചെയ്യായിരുന്നു, ഏകദിൻ ഒരു ദിവസം ഖമണ്ടോമേം, ഖമണ്ട് എന്ന് വെച്ചാൽ അഹംഭാവത്തോട്, ഖമണ്ടോംസെ മുണ്ടേർ പർ ഘടാത്ത, എവിടെ നിൽക്കുകയായിരുന്നു, മുണ്ടേർ നിൽക്കുന്ന സമയത്ത് വഹ് എന്ത് ചെയ്യിക്കുന്ന തപ്പ് അചാനക് ഏക്ക് ചോട്ടാസ തിനക, ഒരു ചെറിയ പുൽകഷ്ണം ഉടുത്തേ ഹുയെ ആക്കർ പറന്നു വന്നിട്ട് ഉസ്കി ആങ്കോമേം പട, അവൻ്റെ കണ്ണുകളിലേക്ക് വീണു എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ കവി പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് നമുക്ക് നോക്കാം. മൈ ചിച്ചക്കുട हुआ बेचैन सा लाल होकर आंग भी दुखने लगी, मून देने लगा कपड़े की लगी, आइंड बेचारी दबे पावेम भागी. എന്താ പറഞ്ഞിരിക്കുന്നത്, മൈം ചിച്ചക്കുട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെട്ടി. कवि के आंगों में जब एक छोटा सा तिनका पड़ गया था वह चौंक पड़ा. അവൻ എന്ത് ചെയ്ത്, കവി എന്ത് ചെയ്ത്, ചിച്ചക്കുട ചൗങ്ക് പട, ഞെട്ടി. हुआ बेचैन सा, अस्वस्थമായി, उसका मन बेचैन हो गया, वह बेचैन हो उड़ा. അവൻ കവി എന്ത് ചെയ്ത്, വളരെ അസ്വസ്ഥമായിട്ട് ആയി മാറി.
ലാൽ ഹോക്കർ ആങ്കോ മീൻ ദുഃഖിനെ ലഗി എന്ന് വെച്ചാൽ ദർദ് ഹോനെ ലഗി എന്നാണ്. ദർദ് ഹോനെ ലഗി എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? വേദനിക്കാൻ തുടങ്ങി. ഉസ്കി ആങ്കേം ലാൽ ഹോനെ ലഗാം, അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്ത് ചെയ്ത്? ചുമക്കാൻ തുടങ്ങി. ഔർ ദർദ് പടനേലേക്ക്, എന്ത് വീണു? വേദനിക്കാൻ തുടങ്ങി. ആങ്കേം ലാൽ ഹോനയിലേക്ക് ഔർ ദർദ് ഹോനയിലേക്ക്. എന്നിട്ട് എന്താ പറഞ്ഞത്? മൂൺ ദേനെ ലോക് കപ്പടേക്ക് ലഗേ. മൂൺ ദേന എന്ന് പറഞ്ഞാൽ ഇസ്കാ മതലബ് ഹേക്കി, നമ്മൾ വസ്ത്രത്തിന്റെ അഗ്രമൊക്കെ ഇക്കട്ടാ കറക്കി ഒന്ന് ചുരുട്ടിയിട്ട് എന്ത് ചെയ്ത് തിനക നികാനേക്ക് കോശിച്ച് കറ, ആ തിനക എടുക്കാനായിട്ട് നമ്മളിങ്ങനെ ശ്രമിക്കുമല്ലോ, ആ ശ്രമത്തെയാണ് മൂൺ ദേക്കർ ലഗേ, മൂൺ ദേനെ ലഗേ. ആളുകൾ, ആര്? ലോക്, ആളുകൾ. കൈസ എങ്ങനെ? കപ്പടവും കി മൂൺ ദേനെ ലഗേ, കപ്പട ചുരുട്ടി എന്ത് ചെയ്ത്? അവഹാംകർ പടേ, ആങ്കോമേം പടേ വക തിനക, ആ പുല്ലെന്ത് ചെയ്താണ്? निकालने की कोशिश की. ഐണ്ട് ബേച്ചാരി ദബേ പാവ് ഭഗി. ഐണ്ട് അങ്ങനെ ഇസ് പ്രകാർ എന്ത് ചെയ്ത്? ഐണ്ട് ആ അഹങ്കാരം, ബേച്ചാരി എന്ന് വെച്ചാൽ പാവം എന്നാണ് അർത്ഥം. ബേച്ചാരിയും എന്ത് ചെയ്തിരിക്കുന്ന? ദബേ പാവ് ഭഗി. ദബേ പാവ് ഭഗി എന്ന് വെച്ചാൽ അതൊരു മുഹാവരയാണ്, ഒരു പഴഞ്ചൊല്ലാണ്. ചുപ്ചാപ്പ് ചലി ഗയി, നിശബ്ദമായി കടന്നു പോകുന്നതിനെയാണ് ദബേ പാവ് ഭഗി എന്ന് പറയുന്നത്. നിശബ്ദമായിട്ട് ചുപ്ചാപ്പ് ചലി ഗയി എന്നാ പറഞ്ഞത്. ആ ഉസ്കെ മനസ്സെ, കവിക്ക് മനസ്സെ വഹ് ഐണ്ട്, ആ ഐണ്ട് എന്ത് ചെയ്ത്? നികൽ ഗയി എന്നാ പറയും. അപ്പൊ നമുക്ക് മൊത്തത്തിൽ അതിന്റെ സാരാംശം ഒന്നുകൂടെ പറയാം. കവി പറയുകയാണ്, ആങ്കേമിൻ തിനക ചലേ ജാനേസെ, ആ വീണ് കഴിഞ്ഞപ്പോൾ ഉനേം ബഡി ബേച്ചൈൻ ഹോനയിലേക്ക് അയാൾക്ക് എന്ത് ചെയ്ത്? വളരെ അസ്വസ്ഥമാകാൻ തുടങ്ങി. ഉസ്കെ ആങ്കേം ലാൽ ഹോഗി, അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്ത് ചെയ്ത്? ചുമന്നു. ഔർ ദുഃഖിനിലേക്ക് ദർദ് ഹോനയിലേക്ക് വേദനിക്കാൻ തുടങ്ങി. ലോക് കപ്പടക്ക ഉപयोग करके, ആളുകൾ എന്ത് ചെയ്ത്? കപ്പടക്ക ഉപयोग करके, കപ്പട ഉപയോഗിച്ചിട്ട് ഉസ്കെ ആങ്കോമേം തിനക നികാൽനേക്ക് കോശിഷ് करते, ആ കണ്ണുകളിൽ നിന്ന് എന്ത് ചെയ്ത്? തിനക നികാലിനേക്ക്, ആ പുലി കഷ്ണം എടുക്കാനായിട്ട് കോശിഷ് കർണയിലേക്ക്. ഇസ് ദൗരാൻ, ഇപ്രകാരം ഇങ്ങനെ ഉസ്കി ഐണ്ട് ഖമണ്ട് ബിൽക്കുൽ ദൂർ ഭാഗ് ഗയേ, അങ്ങനെ എന്ത് ചെയ്ത്? കണ്ണുകളിൽ നിന്നും അവന്റെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്ത്? ആ ഐണ്ട്, ആ ഗർവ് കാ ഭാവ് ദൂർ ഗയേ എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ തന്നിട്ടുണ്ട്. ഐണ്ടോമേ മെഹാം ബേച്ചാരി ക്യോം ഖഹാ ഗയാഹേ, ഐണ്ടിനെ എന്തുകൊണ്ടാണ് ബേച്ചാരി എന്ന് പറയാൻ കാരണം എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കാം. ജിസ് വ്യക്തി മേ ഐണ്ട് ഹേ, ഐണ്ടുള്ള വ്യക്തികൾ ബഹു വാസ്തവുമേയും അസുരക്ഷിത് യാ ദുഃഖി ഹേ. ഐണ്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അസുരക്ഷിതും അവർ ദുഃഖികളുമായിരിക്കും. വഹ ഉസ്കി കംസോരിക്കോ, അവന്റെ കംസോരി, ദുർബലത ചിപ്പാനേക്ക ഒളിപ്പിക്കാനായിട്ടുള്ള ഏക സാധൻ മാത്രമേ, ഒരേ ഒരു കാര്യമാണ് അവന്റെ ആ എന്ത് ചെയ്ത് കംസോരി ഒളിപ്പിക്കാനുള്ള ഒരു മാർഗം, അതാണ് ഐണ്ടത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹ് ക്ഷണഭങ്കുരു ഹോത്താഹേ, അല്ലയോ? ഇത് ക്ഷണഭങ്കുരമായിട്ടുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം, ക്ഷണഭങ്കുരമായിട്ടുള്ളതാണ്. ആ ഒരു വ്യക്തിക്ക് ശക്തി യാ ധൻ ചലാജാത്ത, ഐണ്ട് ഹോകാത്തോ, ഐണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യക്തിക്ക് ശക്തിയും അവൻ്റെ കഴിവും അതുപോലെ ധൻ ഇതെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കവി ഐണ്ട് കോ ബേച്ചാരി കഹാ ഗയാഹേ, ഐണ്ടിനെ എന്തായിട്ട് പറഞ്ഞത്? ബേച്ചാരി ആയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ആണെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ലാസ്റ്റ് സ്റ്റാൻഡ്സയിലേക്ക് പോകാം. എന്താണ് അവസാനത്തെ വരികളിൽ പറഞ്ഞിരിക്കുന്നത്? ജബ് കിസി ഡബ് സേ നികൽ തിനക ഗയാം തബ് സമച്ചിനെ യോം മുझसे താനെ ദിയേ ഐണ്ടത तू किस लिए इतना रहा एक तिनगा है बहुत तेरे लिए. हमारी ഐണ്ടത ദൂർ करने के लिए, നമ്മുടെ ആ അഹങ്കാരം ദൂർ करने के लिए, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കേവൽ കിസ്കി സരൂരത്ത്, എന്തിൻ്റെ ഒരു ആവശ്യം മാത്രമേ വന്നുള്ളൂ? കേവലേക്ക് ചോട്ടാ ഖാസ് കാട്ടുക്കട, ഒരു ചെറിയ പുൽകഷ്ണത്തിൻ്റെ ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാമല്ലോ എന്താ വരിയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. ജബ് കിസി ഡബ് സേ നികൽ തിനക ഗയാം. ഡബ് എന്ന് വെച്ചാൽ തരീക്ക, രീതി. കിസി തരീക്ക സേ, ഏതൊക്കെയോ രീതിയിൽ. ഇൻ പങ്ക്തിയോമേം കവി കഹ്താ ഹെ കി തിനക നികൽ ജാനെ കെ ബാദ് അപ്പനി അവസ്ഥ കാ വർണ്ണൻ,
तिनका പെട്ടുപോയതിന് ശേഷം अपनी अवस्था का वर्णन किया है। निकल जाने के बाद कभी अपनी मनुष्य की अवस्था और अपनी अवस्था के बारे में वहाँ पर कहते हैं कि പറയാണ് ബേ കകത്തെ അദ്ദേഹം പറയുകയാണ് എന്തെന്ന് ജൈസെ തൈസെ ഉൻകി ആംഗോം സെ തിനക നികൽ പട അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്ത് ഉസ്കി ആംഗോം സെ അവൻ്റെ കണ്ണുകളിൽ നിന്നും വക തിനക നികൽ പട്ട് ഗയ നികല ഗയ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഉസ്കെ ബാദ് അതിന് ശേഷം എന്ത് ചെയ്ത് ആയാഹയ്ക്ക് സമച്ച് എന്താ സമച്ച് എന്നുള്ളതിന് കവി ഒരു ഇൻവെർട്ടർ കോമയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ സമച്ച് എന്ന് വെച്ചാൽ വിവേകം, വിവേകം ഉണ്ടാകണം. നമുക്കെന്താണ് മുച്ചെ താനേ ദിയേം മുച്ചെ താന എന്ന് പറഞ്ഞാൽ പരിഹാസത്തോടു കൂടി പറയുകയാണ്. സമച്ച് ഹം സബ് നമ്മളെല്ലാവരും എന്ത് ചെയ്ത് ഹമാരെ മനസ്സേ നമ്മുടെ മനസ്സിൽ നിന്നും ഇസ് അഹംഭാവുക്കോ ഇസ് ഗർവുക്കോ ഈ അഹങ്കാരത്തെ ദൂർ രഹിന ചാഹിയെ നമ്മളെല്ലാവരും മനസ്സിൽ നിന്നും ഇതിനെ ഓടിച്ചു കളയണം. ഇസ്ലിയെ ഇസ്കെ ബാദ് ഉനോംനെ മന്മേം ഏക ഖാൽ ആയാഥാക്കി ഖമണ്ട് നഖീം കർണ ചാഹിയെ നമ്മൾ ഒരിക്കലും എന്തുണ്ടാകാൻ പാടില്ല, നമ്മൾ ഖമണ്ടത ഉണ്ടാകാൻ പാടില്ല. ഖമണ്ട് എന്ന് പറയുന്നത് ഏക്കു മാമൂലി ഒരു സാധാരണപ്പെട്ട തിനകയോടാണ് എന്ത് ചെയ്ത് പരാജിതുകയെ നമ്മുടെ എന്ത് ചെയ്ത് ആ ഖമണ്ട് നമ്മുടെ അഹംഭാവം ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നത് ഏക്കു മാമൂലി തിനകാനെ ഹി തോട് ദിയാഹേ അല്ലയോ ഒരു സാധാരണപ്പെട്ട ഒരു തിനകയാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ആ സാധാരണപ്പെട്ട നമ്മുടെ ആ ഒരു തിനക എന്ത് ചെയ്തിരിക്കുന്നത് ആ അഹംഭാവത്തെ ഹമാരെ നമ്മുടെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നത് ഓടിച്ചു കളഞ്ഞു എന്നാണ് കവി ഇസ് കവിതാക്ക് ദ്വാര ഹമേം ബതാത്ത ഹെ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യനും കൊണ്ട് നമുക്ക് നോക്കാം. ഏക് തിനകാനെ ബഹുത്ത് തേരേലിയെ ഹം തിനക ക്യാ ഹോ സക്തേ ഹെ. ഒരു തിനക മാത്രം മതി എന്ന് പറഞ്ഞ് എന്താണ് നമുക്ക് ഖമണ്ടി വ്യക്തിക്കോ യഹ് യാദ് ദിലാ ജാത്താ ഹെ. ഖമണ്ടി വ്യക്തികൾ എപ്പോഴും ഇത് ഓർമ്മിക്കണം. കി എന്നാൽ ഉസ്ക അത്യധിക ഐണ്ടന് അല്ലെ ഖമണ്ടുകാരൻ അത്യധികമായിട്ടുള്ള അഹങ്കാരം നമ്മുടെ അഹംഭാവം വ്യർത്ഥകെ പാഴാണ്, നമുക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ക്യോംകി എന്തുകൊണ്ടാൽ ഏക്ക് ചോട്ടാസ തിനക ഉസ്കേലിയെ ബഹുത്ത് ബഡി സമസ്യ അല്ലയോ ഏറ്റവും ഒരു ചെറിയ ഒരു തിനക ഏക്ക് ചോട്ടാസ തിനക ബി ഉസ്കേലിയെ ബഹുത്ത് ബഡി സമസ്യ ഉത്പന്ന കർ സക്താ ഹെ. ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് കേവലം നമ്മുടെ ഒരു ചെറിയ എന്താണ് ഒരു തിനക മാത്രമാണ് ഇല്ലയോ. ചോട്ടേസെ തിനകാനെ മനുഷ്യക്ക ഖമണ്ട് തോടിനേക്ക് ശക്തി ഹോത്തി ഹേ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏക്ക് ചോട്ടാത്ത തിനക ഒരു ചെറിയ തിനക മതി. ഹമാരെ ഈ സാരി എല്ലാ തരത്തിലുള്ള എന്ത് ചെയ്ത് ഖമണ്ടത ഓർ ഗർവ്വക്കോ ദൂർ കർണ എല്ലാം അകറ്റാൻ വേണ്ടിയിട്ട് കേവലം എന്ത് മതിയും ഏക്ക് ചോട്ട തിനക മതി എന്നാണ് ഈ കവിതയിലൂടെ കവി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി കാണും, ഈ കവിത ഏകദേശം കുറേയൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ എത്തുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.